വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദമുണ്ട്. രജനീകാന്തും അദ്ദേഹമാണ്, അല്ല രജനീകാന്തിന് ശേഷം ഒരുപക്ഷെ രജനീകാന്തിനേക്കാൾ കൂടുതൽ വലിയ ആരാധക വൃന്ദം എന്നുള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. അപ്പോൾ അതിനെ ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹം ആലോചിക്കുന്നു, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അതുവരെ ഓക്കെ. പക്ഷെ ഇറങ്ങാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും അതിന് പറ്റുന്ന ഒരു മുദ്രാവാക്യവുമൊന്നും ഇല്ലാതെ ഓടിപ്പടച്ചിറങ്ങി വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു മനുഷ്യനെയാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ സ്വാഭാവിക ദുരന്തങ്ങളെ നാം അനുഭവിച്ചു തുടങ്ങുന്നതാണോ ലാൽകുമാർ? നിശ്ചയമായി. നോക്കൂ, ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിലും ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം. നോക്കൂ, ഏത് പൊളിറ്റിക്കൽ പാർട്ടി എടുത്താലും കോൺഗ്രസ്, CPM, ഇങ്ങനെയുള്ള പാർട്ടികൾ, DMK, ഇവർക്കൊക്കെ അവർക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ഫാൻസ് അസോസിയേഷൻ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പൊതുപ്രവർത്തനം ഏത് പാർട്ടി വേണേ എടുത്തോളൂ, ഈ രാജ്യത്തെ ഏത് പാർട്ടി വേണേ എടുത്തോളൂ, അവർക്ക് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ ഉള്ള ഒരു അവസരം, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഓടിയെത്തുക എന്നുള്ളത് അത് അവർ പ്രാഥമികമായി കാണുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ പോലും ഒരു ദുരന്തം വന്നാൽ ഓടിച്ചെല്ലുന്നവരാണ് ഈ പൊതുപ്രവർത്തകരെല്ലാം. അത് നമ്മുടെ ഒരു രീതിയാണ്. നോക്കൂ, എത്ര ഉത്തരവാദിത്തരഹിതമായിട്ടാണ് അദ്ദേഹം ഓടിപ്പോയത്. അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി നോക്കി, അദ്ദേഹം ഒരു വിമാനത്തെ കയറി എതുവഴിയൊക്കെയോ പോയി, അല്ലേ? ഇതിനകത്ത് ഞാൻ മുമ്പ് ഒരു ചർച്ചയ്ക്ക് പറഞ്ഞത് കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം ഇറ്റ് മേ റീച്ച് ഡിഫറെൻറ്റ് ഓഡിയൻസ്. അതുകൊണ്ടാണ്. നോക്കൂ, 7-8 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഈ മനുഷ്യൻ അവിടെ ചെന്നിരിക്കുന്നത്, അല്ലേ? നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം 8 മണിക്കൂറോ 9 മണിക്കൂറോ മറ്റോ ലേറ്റ് ആയിട്ടാണ് ഇയാൾ ചെന്നിരിക്കുന്നത്. ഈ രാജ്യത്ത് ഏറ്റവും തിരക്കുള്ള രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ തിരക്കുള്ള വ്യക്തി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ വിളിക്കാം. പ്രധാനമന്ത്രി നമുക്ക് ഏറ്റവും ഒരു കാരണവശാലും ഒരു പോയിന്റിൽ പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് പ്രധാനമന്ത്രി. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും സംശയം ഉണ്ടാകത്തില്ല. അത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും സംശയം ഉണ്ടാകത്തില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് 10 മണിക്കൂർ വൈകി എത്തിയതായി നിഷാദ് കേട്ടിട്ടുണ്ടോ? നമ്മൾ 2014 തൊട്ടാണല്ലോ നിങ്ങൾ നരേന്ദ്രമോദിയെ കാണുന്നത്, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട്. അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ 10 വർഷത്തിന് മേളിലുള്ള കരിയറിനകത്ത് അദ്ദേഹം എപ്പോഴെങ്കിലും ലേറ്റായി ഇത്ര സമയം ലേറ്റായി നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നോക്കൂ. രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് 10 മണിക്കൂറും 8 മണിക്കൂറും ലേറ്റായി പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ ഈ കാലത്ത് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഇയാൾ ഡെലിബറേറ്റ് ആയിട്ട് ഡിലേ ചെയ്തതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ പറയുന്ന ഹീറോയിസം കാണിക്കാൻ ഇദ്ദേഹത്തെ നോക്കി നിൽക്കുന്നവർ ഇത്ര പേര്, ആൾക്കൂട്ടം ഇദ്ദേഹത്തെ നോക്കി ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടും നോക്കൂ എന്ന് ജനങ്ങളോട് വിളിച്ചു പറയാനായിട്ടുള്ള ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ്, ഒരു ഡെലിബറേറ്റ് ഡിലേ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഈ രാജ്യത്തോട് അദ്ദേഹം വിശദീകരിക്കണം എന്തുകൊണ്ട് അദ്ദേഹം ഡിലേ ആയി. ഇത്ര ഡിലേ ആകാൻ ഈ ഫംഗ്ഷൻ അദ്ദേഹം ഷെഡ്യൂൾ ചെയ്തതിൽ നിന്ന് ലേറ്റായിട്ട് ചെല്ലുന്നതിന് ഈ ആൾക്കാർക്ക് വെള്ളമില്ലാതെ കഴിക്കാനൊന്നുമില്ലാതെ കുഞ്ഞുങ്ങളടക്കമുള്ള ആൾക്കാർ അവിടെ നിന്നെങ്കിൽ അതിന് പ്രോപ്പർ എക്സ്പ്ലനേഷൻ അദ്ദേഹം എവിടെയായിരുന്നു എന്ന് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതുവരെ അദ്ദേഹം വിശദീകരിക്കത്തില്ല. കാര്യം അവിടെ ഒരു പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ നിശ്ചയമായി പറയുന്നത് അത് അദ്ദേഹം ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. അദ്ദേഹം ലേറ്റ് ആയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകത്തില്ല, ആൾക്കാർ വീക്ക് ആകത്തില്ല. 8-10 മണിക്കൂർ തമിഴ്നാട്ടിലെ വെയിലത്ത് നിൽക്കുവാണ്. നമ്മൾ എന്തോ ഈ പറയുന്നേ? കുഞ്ഞുങ്ങൾ അടക്കം. ഈ കുഞ്ഞുങ്ങളാരും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പോകുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ, ആണോ? ഒരു ഗർഭിണി മരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗർഭിണി മരിച്ചെന്ന് പറഞ്ഞാൽ എത്ര പേരാണ് മരിക്കുന്നത്? 2 പേരാണ് മിനിമം, അല്ലേ? അതിനകത്തൊരു കുട്ടി കൂടി ഇല്ലേ? അതിൻ്റെ ഭാവി അൺബോൺ ചൈൽഡിനൊരു റൈറ്റ് ഇല്ലേ? റൈറ്റ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സാധാരണഗതി പറയുന്നൊരു കാര്യമല്ലേ? അതുകൊണ്ടല്ലേ ഫീറ്റസൈഡ് നടത്തരുതെന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ളതെല്ലാം അദ്ദേഹം റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സൗകര്യത്തിനനുസരിച്ച് കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ കുറേ പ്രസംഗങ്ങൾ നടത്തി. ആ പ്രസംഗങ്ങളല്ല യഥാർത്ഥ പൊളിറ്റിക്സ് എന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ നിഷാദ് തന്നെ ഉപയോഗിച്ചൊരു പ്രശ്നമുണ്ടല്ലോ, ചെളിയിലേക്ക് മുണ്ട് മടക്കി ഇറങ്ങുന്നവനാണ് രാഷ്ട്രീയക്കാരൻ. കാര്യം ഏതൊരു വിഷയത്തിലും ഏത് രാഷ്ട്രീയക്കാരനെ എടുത്തു നോക്കൂ, ജനങ്ങളിലേക്ക് ഇറങ്ങുക. ഒളിച്ചോടി പോകുന്ന ഒരാൾ രാഷ്ട്രീയക്കാരനാകത്തില്ല, ആകാൻ കഴിയില്ല. കാര്യം പ്രശ്നം പരിഹരിക്കാനുള്ളവൻ, പ്രശ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നവൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവനാണ് രാഷ്ട്രീയക്കാരൻ. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലാണെങ്കിലും. ഇതാണെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് അപ്പുറത്തെ കപ്പക്കടയിൽ കൂടെ ഇറങ്ങി വീട്ടിൽ പോകുന്ന ആളാണ് രാഷ്ട്രീയം പറയുന്നത്. ഇയാൾ എന്ത് രാഷ്ട്രീയമാണ് പറയുന്നത്? ഇപ്പം നോക്കൂ, ഈ വിഷയം തന്നെ വിജയുടെ ഒരു സിനിമയ്ക്കകത്തായിരുന്നെങ്കിൽ വിജയ് തന്നെ 10 കൈയെടുത്ത് ഈ പറയുന്ന ആൾക്കാരെ മൊത്തം ICUവിലേക്ക് അദ്ദേഹം തന്നെ 50 പേരെ ഒറ്റയടിക്ക് കൊണ്ടുവന്നൊക്കെ കാണിച്ച് അദ്ദേഹം വേണമെങ്കിൽ ഹീറോ ആയി കാശ് മേടിച്ചേനെ. ഞാൻ ഇത്രയും അതിവൈകാരികമായി ഇതിനെ പറയുന്നതിന് കാരണം
ഒരു മര്യാദയില്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പെരുമാറി എന്നുള്ളതാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ജീവന് വിലയില്ലേ? വ്യക്തമായ ഗൈഡ് ലൈൻസോടുകൂടി കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒന്നും പാലിക്കാതെ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. നിഷാദ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണിച്ചല്ലോ. ഞാൻ അനുമാനിക്കുന്നത്, എൻ്റെ അനുമാനമാണ് ഞാൻ പറയുന്നത്, താങ്കൾ അത് കാണിച്ചത് വിജയുടെ വണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനാണെങ്കിൽ ആ വണ്ടി തട്ടിയ അയാൾ നിർത്തിയോ വണ്ടി? ഞാൻ കണ്ടില്ല, ആ വണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ ഊഹിച്ച് പറയുകയാണ്. ആ വണ്ടി തട്ടിയ ശേഷം ആ വണ്ടി നിൽക്കുന്നത് നമ്മൾ കണ്ടില്ല. ആ വണ്ടി തട്ടിയ അദ്ദേഹത്തിന് കീജയെ വിളിക്കാൻ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ അയാളെ തട്ടിയിട്ട് ഒരു കാര്യത്തിന് അദ്ദേഹം നിർത്തണ്ടേ ആ വണ്ടി? ഞാനത് നിർത്തുന്നത് കണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ബ്ലെയിം പറയുന്നത്. നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം മാറ്റി പറയും. ഇതുപോലെ തന്നെ പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരു ബസ്സിലോട്ടം കൊണ്ട് ചെല്ലുമ്പോൾ തള്ളി ആ ബസ്സിൻ്റെ അവിടുത്തെ നിന്ന് താഴെ ഇടുകയാണ് അദ്ദേഹത്തിൻ്റെ ബൗൺസേഴ്സ്. ഈ രീതി അദ്ദേഹം ഒരു ഹീറോ ആയിട്ട് നിലനിൽക്കുന്നു. അദ്ദേഹം വന്ന് സിനിമയ്ക്കകത്ത് എങ്ങനെയാണോ ഡയലോഗ് ഡെലിവറി നടത്തുന്നത് അതേ രീതിയിൽ ഡയലോഗ് ഡെലിവറി നടത്തിയിട്ട് ഇതാണ് ജനങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വോട്ട് ചെയ്തോളൂ. ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹം തമിഴ്നാട്ടിലെ ആരോഗ്യരംഗം, രാജ്യത്തെ ആരോഗ്യരംഗമൊക്കെ 5 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടൊക്കെ ശരിയാക്കും. അതുപോലെ ശരിയാക്കുന്നതാണ് പൊതുപ്രവർത്തനമെന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ പറയുന്ന റോഡിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു മൊത്തം അഴിമതി പരിപാടിയിൽ കാണുന്നത് കംപ്ലീറ്റ് ആസൂത്രണത്തിന്റെ പ്രശ്നങ്ങളാണ്. അതിനുശേഷം ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതിലും ഒരു രാഷ്ട്രീയക്കാരന്റെ മികവോ ഉത്തരവാദിത്വമോ അദ്ദേഹം കാണിച്ചില്ല. അതിൽ തന്നെ പല ദുരൂഹതകളും ഒളിച്ചേർന്നിരിക്കുന്നതാണ് ലാൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. കോൺഗ്രസ് നേതാവ് ശ്രീ VR അനൂപ് കൂടി എന്നോടൊപ്പം. ശ്രീ അനൂപ്, ഈ സംഭവം വലിയ ദുരന്തവും സങ്കടവും ഞെട്ടലും ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ എന്തോ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ